മധുപകർന്ന ചുണ്ടുകളിൽ മലർ വിടർന്ന ചുണ്ടുകളിൽ. ഇതെന്തോന്നാണ് പഞ്ചെന്ന് ചെറിയൊന്നും കൂടെ MGR ചേരും ഇവിടെ സിനിമയിൽ ജീവിച്ചു പറഞ്ഞ പാട്ടുകളല്ല. പോയ കാര്യം എന്തായി? അതെ, ഒരു അക്കിടി പറ്റി ആ ചൂടുകളിൽ പെണ്ണില്ലേ അവർക്ക് പൂന്താണ്ടോ പിന്നീട് പറയാം കേട്ടോ. എന്തിനാ? അയ്യോ, ഞാൻ എന്തൊരു മണ്ട. വല്യണ്ണന്റെ മുമ്പ് രഹസ്യമൊക്കെ പറയാമോ? പിന്നീട് പറയാമെന്ന് പറഞ്ഞില്ലേ? ഓ, എനിക്ക് നിങ്ങളുടെ രഹസ്യമൊന്നും കേൾക്കണ്ട. ആ കുഞ്ഞുണ്ണി, നീ ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്തു പറയൂ. ഞാനും ചന്ദ്രനും ഇങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ കഴിഞ്ഞു കൂടിയാ മതിയോ? ആ ചോദ്യത്തിനകത്ത് എന്തിനോ ഒരു പിന്നേണ്ടല്ലോ. പറയും പറയും പറയും. ഞാൻ പറയട്ടെ, ചേട്ടന് കല്യാണം കഴിക്കണമെന്നൊരാശ. നീ ഇത് ചെയ്യിക്കുന്നു? അല്ല, വെണ്ണയും കൈവച്ചോണ്ട് വല്യണ്ണ നെയ്യും തേടി നടക്കുന്നല്ലോ എന്ന് വിചാരിച്ച് ചിരിച്ചു പോയതാ. കയ്യിലിരിക്കുന്നില്ലേ മണി മണി പോലൊരു മൈലാഞ്ചിക്കിളി. അപ്പൊ കുഞ്ഞുണ്ണി അറിഞ്ഞോ ഇക്കാര്യം? പിന്നെ എന്നാൽ ഇത് നമുക്ക് അമ്മയോട് ഉടനെ പറഞ്ഞ കാര്യം അങ്ങ് നടത്തണം. എന്താ ചേട്ടാ? ഓ, നീ വലിയ പരിശുദ്ധനാണെന്നാണ് എന്റെ ഭാവം. നിന്റെ റൊമാൻസും എല്ലാവർക്കും അറിയാം. അമ്മ അറിഞ്ഞോ ചേട്ടാ? അമ്മയെ കൊണ്ട് ചണ്ട പിടിപ്പിക്കാതെ ഇത് വെള്ളയും ജാലവും വെച്ച് പറഞ്ഞു ഏൽപ്പിക്കുന്ന കാര്യം കുഞ്ഞുണ്ണി ആറ്റും. അങ്ങനെയല്ല, സൂത്രത്തിൽ പൊതുവെ കല്യാണ കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചു വെച്ച് പിന്നീട് ഈ വിഷയത്തിലേക്ക് കടക്കണം. കടക്കുമ്പോ ഒരുപോലെ 2 പെൺപിള്ളേരുണ്ടെന്നും നമ്മളെ പിള്ളേർക്ക് എന്തുകൊണ്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തുവിടാ എന്നൊരു ചോദ്യം കുഞ്ഞുണ്ണി വയ്ക്കും. അത് മതി. പിന്നെ ഞങ്ങള് ഇതെന്താ 3 പേരും ഇങ്ങനെ പട്ടാളക്കാരെ പോലെ അറ്റൻഷനായി നിൽക്കുന്നുള്ളൂ? പിന്നെ അമ്മയ്ക്ക് വരുന്ന ആ അങ്കരാപ്പുകളില് അന്തങ്ങൾ വിട്ട് ഞങ്ങൾ നിൽപ്പുകൾ നിന്നതാണ്. പിന്നെ വേറെ പ്രേമത്തിന്റെ കാര്യം മാത്രം അമ്മച്ചി ചോദിക്കരുത്. ആരുടെ പ്രേമം? അല്ലമ്മേ, ഞാനും അനിയനും വലിയ സ്നേഹത്തിലാണെന്നാ കുഞ്ഞിന് പറയണത്. എന്തിനാ ചുമ്മാ അമ്മച്ചെടുത്ത് കല്ലങ്ങൾ പറയുന്നത്? അമ്മച്ചി, ഇവര് ഒരു ഏടാകുടങ്ങളിൽ പെട്ട് കിടക്കുകയാണ്. എന്താ ശങ്കർ, തുറന്നു പറയൂ. ഒന്നുമില്ല അമ്മേ. അമ്മച്ചി തയ്ച്ചല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് അമ്മച്ചി കൂട്ടിനായി ചേട്ടൻ ഒരു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അമ്മച്ചി, അണ്ണനും തമ്പിയും ഓരോ മതാമാരികളെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. വാ അടച്ചിരിക്കാൻ അങ്ങോട്ട് പറയും. ഓഹോ, അപ്പൊ അമ്മയ്ക്ക് പെണ്ണിനെ അന്വേഷിച്ച് നടക്കേണ്ട ജോലി എന്റെ മക്കള് കുറച്ചു. ചേട്ടൻ ആ മൂത്ത പെൺകുട്ടിയോട് ഒരു ചെറിയ പരിചയം. അമ്മേ, ചന്ദ്രനും മാലയെ വലിയ ഇഷ്ടമാണ്. പിന്നെ 2 പേരും സഹോദരികളുമാണ്. അത് കൊള്ളാം. അപ്പോ കുട്ടികളുടെ കുടുംബം നല്ല ഹൈ ക്ലാസ് ഫാമിലിയാണമ്മേ. പേർഷ്യൻ മുതലാളി RK രാജായെ അറിയാത്തവർ ഈ നാട്ടിലുണ്ടോ? എന്തിനമ്മച്ചി ഇങ്ങനെ കിണ്ടി കിണ്ടി ചോദിക്കണത്? അമ്മച്ചി ഒരു ദിവസമാണ് പോവാമെങ്കിൽ ആ പെമ്പിള്ളകളെ എല്ലാം ഇവിടെ കൊണ്ട് താമസിപ്പിക്കും. അമ്മച്ചി, വലിയ ബംഗാളം നമുക്ക് തെച്ച് പറ്റി പെയ്യാം, വീട് തന്നെയാവും, ആളുകളാരും കാണാനില്ല. അമ്മച്ചി വന്നിരിക്കുന്ന പെണ്ണാണ്. പറയണം പറയണം, ഇരിക്കും. കാക്കാ കാക്ക ഇങ്ങനെ പോയി ആ പെൺകുട്ടികളെയും അവരുടെ അച്ഛനും വരാൻ പറയും. പോയി കാക്ക. ഞാനാണ് കുട്ടികളുടെ അച്ഛൻ. ക്ഷമിക്കണം, കുഞ്ഞുണ്ണി ആളറിയാതെ പറഞ്ഞു പോയതാ. അങ്ങനത്തെ എനിക്ക് ഒരു അബദ്ധങ്ങൾ പറ്റി പോയി ക്ഷമിക്കണ. എന്റെ മക്കളാണ് മാല, കല. ആ അമ്മച്ചി ആരാണെന്നറിയോ? നിങ്ങളുടെ മനസ്സുകളിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ചെറുക്കന്മാരുടെ അമ്മ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അമ്മയെ ഇഷ്ടപ്പെട്ടോ? അമ്മയ്ക്ക് ഞങ്ങളെയാണ് ഇഷ്ടപ്പെടേണ്ടത്. ഞങ്ങൾക്ക് അമ്മയെ ഇഷ്ടമാണ്. അമ്മച്ചി, മരുമക്കളാണ് കിഴക്കിലാൻ പറ്റുമല്ലേ സംസാരിക്കുന്നത്? എന്റെ സമ്പാദ്യമെല്ലാം എന്റെ മക്കൾക്കാണ്. പണമല്ല ജീവിതത്തിൽ വലുത്, മാനമാണ്. എന്റെ കുട്ടികളുടെ അച്ഛനും അതാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. മേജർ നായരുടെ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധമുണ്ടാകുന്നത് ഞങ്ങളുടെ ഭാഗ്യമാണ്. എല്ലാം ദൈവഹിതം പോലെ തന്നെ നടക്കും. എന്നാൽ മുറ പോലെ ബാക്കി കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം. എന്നാൽ നമുക്ക് വല്ലതും കഴിക്കാം. നിങ്ങൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ വരി, മുന്നോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ വന്നുകൊള്ളാം. പോകും. അച്ഛാ, എന്താ മോളെ? ഈ കല്യാണം ഇപ്പൊ നടത്തണോ? അതുകൊണ്ട് പല പ്രയോജനവുമുണ്ട്. ഒരു നല്ല കുടുംബം, നമ്മൾ അതിന്റെ ധൂമകേതുവാകരുത്. തൽക്കാലം നമ്മുടെ നന്മ മാത്രം നാം നോക്കിയാൽ മതി. വിവാഹവും ഒരു ലാഭ കച്ചവടമായി അച്ഛൻ കണക്കാക്കരുത്. ശാന്തി, ജീവിതമേ ഒരു വരവ് ചിലവ് കണക്ക്, പിന്നെ ഇതൊക്കെയാണ് അതിൽ മിച്ചം. പക്ഷേ അവർക്ക് തീരാത്ത നഷ്ടമായിരിക്കും. എല്ലാം വിധി പോലെ.
നീ കൂടെ വന്ന് വിരുന്നുകാരെ സൽക്കരിക്കും. വരൂ വരൂ ശാന്തി. അമ്മയെ കണ്ടോ? ഇല്ല. അമ്മ എവിടെ പോയി? നമ്മുടെ കല്യാണക്കാരി ആലോചിക്കാൻ രാജയുടെ വീട്ടിൽ പോയിരിക്കല്ലേ. ഓഹോ, അതുകൊണ്ടാണോ ചേട്ടൻ കൂട്ടിലിട്ട് വരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? നിനക്ക് സാരമില്ല, എന്റെ നെഞ്ചിരിപ്പ് എനിക്കേ അറിയാവൂ. ഓ, ചേട്ടന്റെ ഹൃദയത്തിന് ജെറ്റിനേക്കാൾ വേഗതയുണ്ടല്ലോ ചേട്ടാ. അമ്മേ, എന്തായി? കുഞ്ഞുണ്ണി, അങ്ങയുടെ അനുമതിയോടെ ആശീർവാദത്തോടെ അവിടുത്തെ 2 കുഞ്ഞുങ്ങൾക്കും കല്യാണം ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് മംഗളമായി നടത്താനുള്ള ശക്തി അങ്ങനെക്ക് നൽകണമേ. മക്കളെ, നിങ്ങളുടെ 2 പേരുടെ ഇഷ്ടം പോലെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. എന്താ മോനെ, നിനക്കത്ര സന്തോഷമില്ലാത്തത്? എന്റെ വിവാഹം ഇപ്പൊ തീരുമാനിക്കണ്ടായിരുന്നു അമ്മേ. നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, എനിക്കിപ്പോ വിവാഹം വേണ്ട. ഞാൻ വാക്ക് കൊടുത്തു പോയല്ലോ മോനെ, ഇനി മാറുന്നത് ശരിയാണോ? അമ്മേ, എന്റെ ഇപ്പോഴത്തെ സമയം കല്യാണത്തിന് പറ്റിയല്ലെന്ന് സ്വാമിജി പറഞ്ഞു. ഓഹോ, എന്നാൽ അത് ശരിയായിരിക്കും. അദ്ദേഹം ത്രികാലജ്ഞാനിയാണ്. ചേട്ടന്റെ കല്യാണം നിശ്ചയം പോലെ നടക്കട്ടെ. പിന്നെ നല്ല സമയം വരുമ്പോൾ എന്റെ കാര്യമാകാം. ശരിയാ മോനെ, എന്നാൽ ഞാൻ അവരെ വിവരം അറിയിക്കാം. ശരിയമ്മേ. ഹലോ, മിസ്സസ് നായരാണോ? അതെ അതെ, ഞാൻ തന്നെ. എന്ത് വേണം? നിങ്ങളുടെ മക്കളുടെ വിവാഹാലോചന ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് പറയണം. നിങ്ങളുടെ അന്തസ്സിന് ചേർന്നല്ല ബന്ധം. പുറമോടിയിൽ നിങ്ങൾ വിരണ്ടു പോകരുത്. ഒടുവിൽ ദുഃഖിക്കേണ്ടതായി വരും. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഒരു ബന്ധു. ഹലോ ഹലോ, കുഞ്ഞുണ്ണി, എഴുന്നേക്കടാ. കുഞ്ഞുണ്ണി, എഴുന്നേക്കടാ. അല്ല, മാലയോ ഈ അസമയത്ത് ഇവിടെ? ഇന്റലിജൻസ് ഓഫീസർ അല്ലേ, കാണുമ്പോൾ ഒരു ത്രില്ലോ സസ്പെൻസോ വേണ്ടേ? ഇങ്ങനെ സസ്പെൻസ് കാണിച്ചാൽ ആള് ക്ലോസ് ആയത് തന്നെ. ചില കള്ളന്മാരെ പിടിക്കാൻ അങ്ങ് നടക്കുന്നു, അതുപോലെ ഞാനും. ഒരുപക്ഷെ എന്നെ പിടിക്കാനുമായിരിക്കും. അതെ, എന്റെ മനസ്സ് കട്ടുകൊണ്ടുപോയ കള്ളനെ പിടിക്കാൻ. എന്നെ അറസ്റ്റ് ചെയ്ത് ആരെ ഏൽപ്പിക്കാനാ ഉദ്ദേശം? ആരെയും വകവെക്കാതെ നടക്കുന്ന ഒരു വെകിളി പെണ്ണുണ്ടല്ലോ, മാല, അവളെ ഏൽപ്പിക്കും. അവൻ കടന്നു കളഞ്ഞു. ഞാനിവിടെ വരുന്നത് കണ്ട് അവനിവിടെ കയറിയതായിരിക്കും. കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹം അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. ഏതായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. വരൂ. ഇതാണ് എന്റെ വീട്. അമ്മേ, അമ്മയെ കാണാൻ ഒരു പുതിയ അതിഥി വന്നിരിക്കുന്നു. മരുമകളെന്ന് പറയും. ഇരിക്കൂ. എന്റെ വയറുകളും ചളങ്ങിപ്പോയല്ലോ. എന്തൊക്കെ ഞാൻ മെത്തയാണെന്ന് വിചാരിച്ചോ? സാരമില്ല കുഞ്ഞുണ്ണി, നമ്മുടെ മാലയല്ലേ. ആഹാ, എന്തിനാണ് രാത്രി കാലങ്ങളിൽ 2 പേരും ഇറങ്ങിയിരിക്കുന്നത്? വെറുതെ അമ്മയൊന്ന് കാണാൻ. ഓ ഓ ഓ, പടവട കഴിഞ്ഞ് ഗൃഹപ്രവേശങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കിടങ്ങിനാണ് നാളെ ഈ തള്ളയും 3 പിള്ളേരുമായിട്ട് കയറി വന്നുകളയല്ലോ. അമ്മേ, മാല. എന്താ മോനെ ഈ അസമയത്ത് മാലയുമായി? എന്നായാലും ഞാനിവിടെ വരേണ്ടവരല്ലേ? അല്ല, നേരത്തെ വന്ന് മുറികൾ ബുക്ക് ചെയ്താ ചണ്ടകൾ പിടിക്കാതെ കഴിക്കാമല്ലോ. കാരണം ഇവിടെയും 2 കക്ഷികളല്ലേ. ഇവിടെ വന്ന് വന്നേച്ചു പോകണമെന്ന് മാലയ്ക്കൊരു നിർബന്ധം. നേരം വളരെയായി, വീട്ടിൽ അന്വേഷിക്കില്ലേ മോളെ? ഇതെന്തൊരു ചോദ്യങ്ങളും പറ്റി. അണ്ണന്റെ വർക്കല്ലേ ലൈസൻസുകൾ കൊടുത്തിരിക്കുന്നത്. 1 മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് വിട്ടിരുന്നാലും മുതലാളി കമാന ലക്ഷണങ്ങളും കൊണ്ടില്ല. എന്നാലും നമ്മൾ വന്നൊന്ന് ആലോചിക്കണമല്ലോ. കുഞ്ഞുണ്ണി മാലയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരും. ഞാൻ വരട്ടെ അമ്മേ. ശരി മോളെ. ശരി. ചന്ദ്ര, എന്താ
നിനക്ക് മാലയോട് അത്ര സ്നേഹമാണ്. അതിൽ തെറ്റില്ലല്ലോ. കല്യാണമാകാത്ത ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ ചുറ്റി നടക്കുന്നത് ശരിയാണോ മോനെ? ഇനി അത് ആവർത്തിക്കില്ല. നീ അന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണക്കാര്യത്തിൽ ഇപ്പൊ എനിക്കും ചെറിയൊരു വിസമ്മതം. എന്താ കാര്യം? എനിക്കൊരാൾ ഫോൺ ചെയ്തു ഈ ബന്ധം പാടില്ലെന്ന്. ആര്? പേരെനിക്ക് പറഞ്ഞുകൂടാ. ഏതായാലും ഇതിന്റെ സത്യം അറിയുന്നത് വരെ നമുക്കൊന്നും തീരുമാനിക്കണ്ട. ഇയാളാണ് ഇന്റർനാഷണൽ സ്പൈ റാക്കറ്റിന്റെ ലീഡർ മിസ്റ്റർ ജാക്സൺ. എവിടെ എവിടെ എവിടെ? നല്ല ചന്തമുള്ള സായിപ്പ് ആണാ. നമുക്ക് ഇവിടെ പണം വലുതാക്കി ഇവിടെ വെച്ച് ഒരു മാലയൊക്കെ ഇട്ട് മടയാ, ഇവൻ ഭയങ്കര കള്ളനാണ്, കള്ളക്കടത്തുകാരൻ. വേണ്ട വേണ്ട, അയാളെ നേരിൽ കാണുമ്പോ ധൈര്യം കാണിച്ച്. ഇയാൾ നാളത്തെ പ്ലെയിനിൽ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പോയി അയാളെ വിളിച്ചോണ്ട് വന്നാലോ? ഈ മുറിക്കകത്ത് കയറ്റി വയറ് കുടലും പിണ്ടൊക്കെ എടുത്ത് അടുത്ത പ്ലെയിനിൽ കയറ്റി അയച്ചളേ. ഇയാൾ നാളെ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. വന്നാൽ എവിടെയാണ് താമസം, ആരൊക്കെയാണ് ഇയാളെ കൂട്ടുകാർ, എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഒരു നല്ല നേരം നോക്കി എല്ലാരും കൂടെ തൂത്തുവാരി ഒരു പിടി. എനിക്ക് മനസ്സിലായി അണ്ണന്റെ എണ്ണം. അപ്പോ ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അയ്യോ, ഞാൻ തനിച്ചു പോവില്ല, അണ്ണൻ കൂടെ വേണം. സായിപ്പ് അല്ലെങ്കിൽ ചിലപ്പോ എന്നെ മതാമയായികളെ. പോളിഷ് പോളിഷ് പോളിഷ്. സാർ ഇപ്പൊ വിട്ടേക്കാം. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. പോളിഷ് പോളിഷ്. മുമ്പ് തന്നെ നല്ല ക്ലീൻ ആയിരിക്കുന്നല്ലോ. കൊന്നുകളയും പൊക്കോളൂ, നിൽക്കരുത്. ഈ ഓടിയിരുന്ന ആണ്ടിലുണ്ട്, എടുക്കാൻ വയ്യാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ്. പിടിച്ചോളെ. നിൽക്കവിടെ. എന്താ കുഞ്ഞുണ്ണി? സാഹിബ് കൊണ്ടുവന്ന അതിങ്ങെടുക്കൂ. എടുക്കാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. എടുക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട രഹസ്യ കേന്ദ്രങ്ങളും ഇതിനകത്തുണ്ട്. കുഞ്ഞുണ്ണി, ഇവിടെ സൂക്ഷിച്ചുള്ളൂ. ഞാൻ ഫോൺ ചെയ്ത് വന്നേക്കാം. എന്നാലും എന്നെ പെണ്ണാപ്പറന്നവളെ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് വെച്ചാൽ നിന്നെ വെറുതെ വിടുവൊന്നുമില്ല.